السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് കാണാം, ഇന്ന മിൻ ശിറാറിൻ നാസി ബൻ തുദ്രികുഹുമുസ് സാഅ വഹും അഹ്യാ വല്ലദീന യത്തഖിദൂനൽ ഖുബൂറ മസാജിദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ ശിറാറിൻ നാസ്, ജനങ്ങളിലെ ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് ഇങ്ങോട്ട് അന്ത്യനാൾ സംഭവിക്കുന്നവരേക്കുമുള്ള ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻ തുദ്രികുഹുമുസ് സാഅതു വഹും അഹ്യാ, അന്ത്യദിനം സംഭവിക്കുന്ന സന്ദർഭത്തിൽ ആരാണോ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ടവരായ ആളുകളെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. നമുക്കറിയാം, അന്ത്യദിനം സംഭവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹ് എന്ന് പറയുന്ന ഒരാൾ പോലും എന്ത് ചെയ്യില്ല, ഈ ദുനിയാവിൽ ഉണ്ടാവുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആരുടെ മേലാണോ അന്ത്യദിനം സംഭവിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ആരാണോ ജീവിച്ചിരിക്കുന്നത് അവരാണ് ഏറ്റവും വലിയ ഷിറാറുൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരായ സൃഷ്ടികളായിട്ടുള്ളവർ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കൂട്ടരെയും പറഞ്ഞു, വല്ലദീന യത്തഖിദൂനൽ ഖുബൂറ മസാജിദ, അതുപോലെ തന്നെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളായി സ്വീകരിക്കുന്ന ആളുകൾ. അപ്പോൾ ഒന്നാമത് പറഞ്ഞത് എന്താണ്, അന്ത്യദിനം സംഭവിക്കുമ്പോൾ ഈ ലോകത്ത് ആരാണോ ജീവിച്ചിരിക്കുന്നത് അവരാണ് ഏറ്റവും മോശപ്പെട്ടവർ. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞതാണ്, ഖബറുകളിൽ പോയി അവിടെ പോയി ഖുർആൻ പാരായണം ചെയ്യുക, അവിടെ പോയി ദുആ ചെയ്യുക, അല്ലെങ്കിൽ കത്തപ്പര കെട്ടിയിട്ട് അവിടെ ഖുർആൻ പാരായണം നടത്തുക, ദുആ ചെയ്യുക. ഈ രൂപത്തിൽ ഖബർസ്ഥാനുകളെ ഒരു ആരാധനാ കേന്ദ്രങ്ങളായി സ്വീകരിക്കുന്ന ആളുകൾ അവർ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഷിറാറായിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇസ്ലാമിൽ ഖബർ സന്ദർശനമുണ്ട്, ഇസ്ലാമിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അവരോട് പ്രാർത്ഥിക്കുന്ന രൂപം, അതല്ലെങ്കിൽ അവിടെ പോയിട്ട് ഫാത്തിഹ ഓതുക, അല്ലെങ്കിൽ യാസീൻ ഓതുക, അല്ലെങ്കിൽ മറ്റ് അദ്കാറുകൾ ചൊല്ലുക, ഈ രൂപത്തിൽ അതൊരു ആരാധനാ കേന്ദ്രമായിട്ട് സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുകയും ചെയ്തു, ഞാൻ നിങ്ങൾക്ക് ഖബർ സന്ദർശനം നിരോധിച്ചിട്ടുണ്ടായിരുന്നു, ഇനി നിങ്ങൾ ഖബറിനെ സന്ദർശിച്ചു കൊള്ളുക. അപ്പോൾ ഖബർ സന്ദർശനം മശ്റൂആണ്, നിയമമാക്കപ്പെട്ട കാര്യമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഖബർ സന്ദർശനം എന്ന് പ്രത്യേകം പറഞ്ഞു, ഫഇന്നഹാ തുദക്കിറുക്കുമുൽ ആഖിറ, കാരണം ആ ഖബർ സന്ദർശനം നിങ്ങളെ ആഖിറ ചിന്ത ഉണ്ടാക്കി തരുന്നതാണ്. ഇന്നലെ എൻ്റെ കൂടെ നടന്ന ആളാണ്, ഇന്നലെ കണ്ടിട്ടുള്ള ആളാണ്, അതല്ലെങ്കിൽ ഇന്നലകളിലൂടെ ജീവിച്ച ആളാണ്, എന്നെപ്പോലെ ഈ രൂപത്തിൽ ഞാനും അങ്ങോട്ട് വന്ന് ചേരേണ്ടവനാണല്ലോ എന്ന ഒരു ബോധം നമുക്ക് ഉണ്ടാക്കി തരാനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഖബർ സന്ദർശനം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിയമമാക്കി പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരൊറ്റ ലക്ഷ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. പക്ഷേ ഇന്ന് ആളുകൾ എന്താണ്, എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, രോഗം, അല്ലെങ്കിൽ മക്കളില്ല, കടം കയറിയിട്ടുണ്ട്, വീടില്ല, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും ഒക്കെ അവർ ചെന്ന് ഒരു ആയി, ഒരു അഭയകേന്ദ്രമായി അവർ സ്വീകരിക്കുന്നത് എന്തിനാണ്, ഖബറുകളെയാണ്. അത് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചല്ല, മറിച്ച് നമ്മൾ ചോദിക്കേണ്ടത് ആരോടാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. അള്ളാഹുവിനോട് നമ്മൾ ഡയറക്റ്റ് ഒരു വാസിത്തയും കൂടാതെ, ഒരു മധ്യവർത്തിയും കൂടാതെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ അവൻ ഉറപ്പാണ്, അവൻ എന്ത് ചെയ്യും, അത് നമുക്ക് നൽകുന്നതാണ്. അള്ളാഹു തന്നെ പറഞ്ഞില്ല, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്തു കൊള്ളുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഒരു നിബന്ധനയും ഒരു ഷർത്തും എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കുന്നതിൻ്റെ വിഷയത്തിലും അവൻ ഉത്തരം നൽകുന്നതിൻ്റെ വിഷയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തില്ല വെച്ചിട്ടില്ല. അവനോട് മാത്രം ചോദിക്കുക എന്നുള്ളത് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടാലും ആ ഖബറിൻ്റെ അടുക്കലൊക്കെ പോയി അവിടുത്തെ ആളുകളോട് പറയുക എന്നുള്ള രീതി നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അവർ ഏറ്റവും മോശം
സൃഷ്ടികളാണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.